അസ്സലാമു അലൈക്കും. ഖുനൂത്താണ് നമ്മൾ പഠിച്ച് വരുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. വഖ്നി ശർറ മാ ഖളൈത്ത്. അള്ളാഹുവെ, നിശ്ചയിക്കപ്പെട്ട തിന്മയിൽ നിന്നും എനിക്ക് നീ കാവൽ നൽകണമേ എന്നാണ്. ഈ തിന്മയിൽ നിന്ന് കാവൽ നൽകുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഖൈറും ഷെറും അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ഖൈറിലും ഷെറിൽ നിന്നും കാവൽ നേടേണ്ട അള്ളാഹുവിനോട് തന്നെയാണ്. പക്ഷെ അതിനൊരു വിഷയമുള്ളത്, നമ്മളാണ് അതിന് നിദാനമായി വരുന്നത്. നമ്മൾ നന്മ ചെയ്താൽ അള്ളാഹു നമുക്ക് നന്മ രേഖപ്പെടുത്തും, തിന്മ ചെയ്താൽ തിന്മ രേഖപ്പെടുത്തും. രേഖപ്പെടുത്തുന്ന അള്ളാഹു ആണെങ്കിലും അതിന് നിദാനമായി വരുന്നത് നമ്മളാണ്. ഫഹദൈനാഹു നജിദൈൻ എന്ന് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും മലിനപ്പെടുത്തുന്നതും നമ്മൾ തന്നെയാണ്. ഉദാഹരണം, നമ്മുടെ കയ്യിലൊരു കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് നല്ലത് ചെയ്താൽ നമുക്കത് നന്മ രേഖപ്പെടുത്തും. ഒരാൾ കുത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തിന്മയുണ്ടായിരുന്നു. അപ്പോൾ നന്മ ചെയ്യാനുള്ളൊരു പ്രേരണ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാവണം. ഇത് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നതിന് ഭാഗമാണ്. അപ്പോൾ വഖ്നി ശർറ മാ ഖളൈത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് വിധി വരുന്നത് എങ്കിൽ തന്നെ നന്മ വിധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് എൻ്റെ മനസ്സിന് നീ പാകപ്പെടുത്തി തരണമേ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വണ്ടി ഒരു വലിയ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് വണ്ടി നമ്മൾ പെട്ടെന്ന് ചവിട്ടി ബ്രേക്ക് നിർത്തിയാൽ വണ്ടിക്ക് അപകടമില്ലാതെ രക്ഷപ്പെടും. പക്ഷെ നമുക്ക് പലപ്പോഴും അങ്ങനെ കഴിയാറില്ല. ആ സമയത്ത് വണ്ടി നമ്മളെ ഔട്ട് ഓഫ് കൺട്രോളായി പോകും. നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഒരു കോൺഷ്യസ് മൈൻഡ് നമുക്ക് അപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്കാണെന്ന് കരുതി ആക്സിഡൻറ്റ് ചവിട്ടും, ഉടനെ ആക്സിഡൻ്റ് ആവും ചെയ്യും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് വരുമ്പോൾ പടച്ച തമ്പുരാനെ, അതാണ് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുന്നത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അള്ളാഹുവേ, അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ എൻ്റെ മനസ്സിനോ അല്ലെങ്കിൽ എനിക്ക് തന്നെയോ എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഈ യാത്രയിൽ വന്നുപോയാൽ അള്ളാഹുവേ എന്നെ നീ രക്ഷിക്കണമേ എന്നുള്ള നമ്മളാ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ആക്സിലേറ്റ് ചവിട്ടാനല്ല തോന്നുക, ബ്രേക്ക് ചവിട്ടാൻ തന്നെ തോന്നുക. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സ്ഥൈര്യവും തൻ്റെ ഇടം ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവോട് ഈ കാവൽ തേടുന്നത്. ഈ വഖ്നി ശർറ മാ ഖളൈത്ത് എന്ന് പറഞ്ഞാൽ ഈ തിന്മ ഇല്ലാതാവാൻ ധാരാളം നിർദ്ദേശങ്ങൾ അവൻ്റെ പ്രവാചകൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ദാനധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദാനധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുകയാണെങ്കിൽ ദാനധർമ്മങ്ങൾ ആപത്തിനെ തടയും എന്നൊരു ഹദീസുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവേ, നിൻ്റെ മാർഗത്തിൽ ഞാൻ എനിക്ക് പരമാവധി കഴിവുള്ള ഞാൻ ചിലവഴിക്കുകയാണ് എന്ന് എനിക്ക് ഇതിൻ്റെ ഒക്കെ ഫലമായിട്ട് എൻ്റെ ആപത്തിൽ നിന്നൊക്കെ രക്ഷ നൽകണേ നമുക്ക് നേർച്ച ചെയ്യാം, അള്ളാഹുവിടെ പറയും ചെയ്യുക. അല്ലെങ്കിൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത് എന്ന നെയ്യത്തോടെ നമുക്ക് ചെയ്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ ആപത്തിൽ നമുക്ക് രക്ഷ ഉണ്ടാവും, പരലോകത്ത് നിന്ന് പ്രതിഫലം കിട്ടും. ആ അർത്ഥത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരുപാട് മേന്മയുടെ ബഹളമാണ്. കാരണം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ എന്ന ഹദീസുണ്ട്. നിങ്ങൾ ദാനം ചെലവഴിക്കുന്നതൊന്നും അതുകൊണ്ടൊന്നും ദാനത്തിൽ കുറവ് വരുത്തുകയില്ല, ധനം നിങ്ങൾക്ക് കുറഞ്ഞു പോവുകയില്ല എന്നുണ്ട്. അപ്പോൾ ധനം കുറഞ്ഞു പോകാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, ലൈൻ ശക്കർത്തും ലൈ യസീദന്നക്കും, നിങ്ങൾ ദാനധർമ്മങ്ങളും നിങ്ങൾ സൽക്കർമ്മമൊക്കെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും എന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ദാനധർമ്മം ചെയ്യുന്ന എല്ലാവരും സുഭിഷ്ടമായ ഒരു അവസ്ഥയിലൊന്നല്ല. യൂസിലുന ബി അംബുസിം വലുക്കാന ബിഹിം ഹസാസ, വളരെ പ്രയാസമുള്ളതുകൊണ്ട് ഈ ദാനധർമ്മങ്ങളൊക്കെ പറഞ്ഞാൽ ഈ സമ്പത്ത് കൊടുക്കുന്നതൊക്കെ പറഞ്ഞാൽ നമ്മൾ സുഭിക്ഷമായി നമ്മുടെ കയ്യിലുണ്ടായത് കൊടുക്കുന്ന സന്ദർഭത്തിലല്ല പറയുക. വളരെ പ്രയാസമുള്ള സമയത്ത് നമുക്ക് തന്നെ ആവശ്യമുണ്ട് എങ്കിൽ തന്നെ ആ സമയത്ത് നമ്മൾ കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പാവങ്ങൾക്കും ബുദ്ധിമുട്ടുന്നവർക്കും വഴിയാത്രക്കാർക്കും അടിമകൾക്കും എല്ലാ ആവശ്യക്കാർക്കും എനിക്ക് അത് ആവശ്യമുള്ള സമയത്ത് ഞാൻ ചിലവഴിക്കുന്ന സംവിധാനമാണ്. ഈ സമ്പത്ത് അതിൻ്റെ വർധനവോട് കൂടി തന്നെ
സമ്പത്തിൻ്റെ ചിലവഴിക്കൽ കൊണ്ട് ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉദാഹരണം പറയാം, നമ്മളൊരു വീട് പണിക്കുക, സമ്പത്ത് കൊടുക്കും, ദാനം കൊടുക്കുന്നത്. വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. ഒരു സ്വന്തമായൊരു വീട്ടിൽ കയറിക്കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു കൊതിക്കുന്നവരുണ്ട്. വാടക കൊടുക്കാനില്ലാതെ ഇടയ്ക്ക് പറഞ്ഞയക്കുകയും മരച്ചുവട്ടിലും കടത്തലുകളൊക്കെ കഴിഞ്ഞു കൂടുന്ന എത്ര ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അയാൾക്കൊക്കെ ഒരു വീട് കിട്ടി സുഖമായി അതിൽ കിടന്നുറങ്ങി ഒന്ന് നമസ്കരിച്ചാൽ അയാൾക്കുണ്ടാവും ഒരു പ്രാർത്ഥന. ആർക്കാണ് ആ പ്രാർത്ഥന ഉണ്ടാവുക? അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുത്ത ആൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥന ഉണ്ടാവും. അയാളുടെ സർവ്വഭാഗ്യങ്ങൾക്കും ജീവിതത്തിലുള്ള വിജയങ്ങൾക്ക്, അയാളുടെ ദീർഘായുസ്സിന്, അയാളുടെ ആപത്തുകളിൽ നിന്ന് തടസ്സത്തിന് എല്ലാം അയാൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും അള്ളാഹു പരിഗണിക്കും. യതീമുകളായ കുട്ടികളെ നമ്മൾ സഹായിച്ചു. ആ കുട്ടികളുടെയൊക്കെ പ്രാർത്ഥന അവരെ തലോടിക്കൊണ്ട് നമുക്ക് അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പാവം കുട്ടിയെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു, അതിന് നമ്മൾ പണം ചിലവഴിച്ചു. അല്ലെങ്കിൽ ബുദ്ധിമാനായ ഒരു കുട്ടി പാവപ്പെട്ടതിൻ്റെ പേരിൽ അവർക്ക് വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുമ്പോൾ നമ്മളതിന് മാർഗമുണ്ടാക്കി അവനെ പഠിച്ചു വലിയ ആളായി, വലിയ നിലവാരത്തിലായി. അതിന് നിദാനക്കാരനായ ഒരാളെ അയാൾ മനസ്സിൽ കാണുമ്പോൾ ആ കുട്ടിക്കൊരു പ്രാർത്ഥന, അള്ളാഹുവേ എല്ലാ ആപത്തിൽ നിന്നും ഈ വലിയ മനുഷ്യനെ നീ രക്ഷിക്കണേ എന്ന് ആ കുട്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ സഹായിക്കും. വഴിയറിയാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ജയിൽ മോചനത്തിന് വേണ്ടി പൈസ ചിലവാക്കും. പിന്നെ വിധവകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ പിന്നെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗികൾ എത്ര ഉണ്ട് ഇവിടെ ഈ നാട്ടിൽ. ആ രോഗികൾക്കൊക്കെ നമ്മൾ പൈസ ചിലവഴിച്ച് ആ രോഗം മാറിയാൽ അവരൊരു ആശ്വാസം ഉണ്ടല്ലോ. ആ ആശ്വാസമൊക്കെ വരുമ്പോൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാം? ഇതിന് കാരണക്കാരനായ ആളുകൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ഇപ്പോൾ ദാനധർമ്മങ്ങൾ എങ്ങനെയാണ് നമ്മളെ നമുക്ക് ദീർഘായുസ് ഉണ്ടാക്കുന്നത്, നമ്മൾ ആപത്തുകൾ നമ്മൾ തടയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായ വ്യത്യാസമില്ല, നമ്മുടെ മാനസിക പൊരുത്തമില്ലാത്ത നമ്മുടെ ശത്രുക്കളായ ആളുകളൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് തിന്മ ചെയ്താൽ അങ്ങോട്ട് നന്മ ചെയ്യണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മാനസപ്പൊരുത്തമില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ സമ്പത്ത് ചെലവഴിച്ച് ദാനം ചെയ്തു കൊടുക്കൂ. അവർക്ക് അവിടേക്ക് നമ്മൾ പല സഹായങ്ങൾ ചെയ്തു കൊടുക്കൂ. തീർച്ചയായിട്ടും അവരുടെ മനസ്സ് മാറും. അവരുടെ മനസ്സ് നമ്മളുടെ ഈർഷ്യം കുറയും. ഒരു പക്ഷേ ഈർഷ്യം പോയി നമ്മുടെ ഏറ്റവും വലിയ ഹമീം പരിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്, വൈദല്ലതി ബൈനക്കും അബൈനും അദാവത്തും കാന്നു വലിയ ഹമീം. അങ്ങനെ നമ്മുടെ മാനസിക പ്രയാസമുള്ള ആളുകൾക്ക് നിങ്ങൾ സമ്പത്തിൽ നിങ്ങൾ സഹായം ചെയ്താൽ അവർ നിങ്ങളുടെ ഉറ്റ കൂട്ടുകാരായി മാറും. നിങ്ങൾക്ക് വേണ്ടി അയാൾ മരിക്കും. ആ തരത്തിലുള്ള അവസ്ഥയിലേക്ക് അയാളെത്തും. പിന്നെ ശത്രുതയുള്ള ആളുകൾ പക്ഷേ നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, അത് നമ്മളെ അപകടത്തിൽപ്പെടുത്താനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥയിൽ നിന്നൊക്കെ അയാൾ പിന്മാറി നല്ലൊരവസ്ഥയിലേക്ക് അയാൾ എത്തണമെങ്കിൽ ഈ ദാനധർമ്മങ്ങൾ കാരണമായി മാറും. അപ്പോൾ ഈ ദാനധർമ്മങ്ങൾ കൊണ്ട്, അതുമാത്രമല്ല ദാനധർമ്മങ്ങൾ പിന്നെ ആളുകൾക്ക് ധാരാളം ആളുകൾക്ക് അസൂയ ഉണ്ടാവും. പണത്തിൻ്റെ പേരിലാണെങ്കിലും പ്രശസ്തിയുടെ പേരിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ ഈ ആളുകൾക്ക് നമ്മൾ ദാനം കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കുറേയൊക്കെ അവരുടെ അതിൽ നിന്ന് ഒരു മാറ്റം വരും. നമ്മുടെ ഗുണം അവർക്ക് ഫലം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ അസൂയ വർദ്ധിപ്പിക്കാൻ കാരണം. അങ്ങനെയാവുമ്പോൾ തീർച്ചയായിട്ടും ആ ദാനധർമ്മങ്ങൾ ഇഫക്റ്റ് ചെയ്യും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സാമൂഹ്യമായിട്ട് നമ്മൾ ഈ ദാനധർമ്മങ്ങൾ ഒരാൾക്ക് മാത്രമല്ല സമൂഹത്തിന് മൊത്തമായിട്ട് നമ്മളിതിനെ പരക്കണം. മാത്രമല്ല ദാനധർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന മറ്റു ഫലങ്ങളിൽപ്പെട്ടതാണ് സമൂഹത്തിൻ്റെ ഉദ്ധാരണം. ഇപ്പോൾ കഷ്ടപ്പെടുന്ന ഒരു ടീമുണ്ടാകും, അല്ലെങ്കിൽ ഒരു വിഭാഗം ഒരു സ്കൂൾ തുറക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തെ മൊത്തത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയും. ഒരാൾ ഒരു മദ്യപാനിയാണ്, അയാളെ ഡീഅഡിക്ഷൻ ക്യാമ്പിൽ കൊണ്ടുപോവുകയോ അയാൾ വീട്ടിൽ ക്യാൻവാസ് ചെയ്യുകയോ അയാൾ കൗൺസിൽ നടത്തുകയൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അയാൾ രക്ഷപ്പെടും, അതുപോലെ ഒരുപാട് ആളുകൾ രക്ഷപ്പെടും. ഇവരൊക്കെ ഒരു നാട് നശിച്ച് വഹറൽ ഫസാദ് ഫിൽ ബർറി വൽ ബഹരി ബിമാ കസബത് അയ്ദിയൻ നാസ്. മനുഷ്യകർമ്മങ്ങളുടെ പ്രവർത്തനപരമായിട്ടാണ് ഈ നാട്ടിൽ നാശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വ്യഭിചാരികളെ പെരുത്താൽ മഴ വർഷിപ്പിക്കുകയില്ല എന്ന് ഹദീസ് ഷരീഫിൽ വന്നിട്ടുണ്ട്.
അപ്പം ദാനധർമ്മങ്ങൾ മാത്രമല്ല, ഈ മുസീബത്തുകൾ, മദ്യപാനം, വ്യഭിചാരം, അധർമ്മങ്ങൾ, കൊള്ള, കളവ്, എല്ലാ തരത്തിലുള്ള ദൂഷ്യങ്ങൾ പെരുത്തു വരുമ്പോൾ ആ നാട് ഒന്നിച്ചാണ് നശിപ്പിക്കുന്നതാകും. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ലഹറുൽ ഫസാദ് ബിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിയൻ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സമയമാകുമ്പോൾ അള്ളാഹ് മറ്റൊരു പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്തിൽ പറയുന്നത് വൈദാ അർദനാ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹ. അങ്ങനെ നാശനഷ്ടങ്ങൾ പെരുമ കൊള്ളുമ്പോൾ, നിറഞ്ഞു നിൽക്കുമ്പോൾ ആ നാട് നശിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കും. അങ്ങനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്താണ് അള്ളാഹു ചെയ്യുക? അമർന മുത്രഫീഹ ഫഫസഖൂഫീഹ. അതിലുള്ള തമ്മാടികളെയും ധിക്കാരികളെയും അധർമ്മകാരികളും ഒക്കെ കയറുകൊണ്ട് വിടും. എന്നിട്ട് അവർ തിമർത്താടും. ഫഫസഖൂഫീഹ, അങ്ങനെ അത് നാശിപ്പിച്ച് കളയും. ഫഹഖ അലൈഹൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറ. അങ്ങനെ നമ്മുടെ വിധി അവർ നടപ്പാക്കും. അവരൊക്കെ ഞാൻ ഒറ്റയടിക്ക് പൊടി പഠിക്കും. പരിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം സ്ഥലങ്ങളിൽ പ്രവാചകന്മാരുടെ സമൂഹങ്ങളെ നശിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്, അല്ലേ? ആദി സമൂദ് ഗോത്രങ്ങൾ, സാലിഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനത, നോഹ് നബിയുടെ ജനത, ഫിറഔനെ, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ നാശകാരികളെ അള്ളാഹു നിലനിർത്തുകയില്ല. അപ്പോൾ ഈ നാശകാരികൾ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അതിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമുക്ക് ഷർറായി, അത് തീർച്ചയായിട്ടും നമുക്കത് ഷർറായി മാറി. അപ്പോൾ ഈ ഷെറിൽ നിന്നും നമുക്ക് വിമോചനം കിട്ടണമെങ്കിൽ നമ്മുടെ കാര്യം മാത്രമല്ല, സമൂഹത്തിൻ്റെ ഒറ്റക്കുള്ള കാര്യമല്ല, സമൂഹത്തിൻ്റെ മൊത്തമുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ശുഷ്കാന്തി ഉണ്ടായിരിക്കും. അങ്ങനെ സമൂഹത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ സമൂഹത്തെ മാറ്റിമറിക്കുമ്പോൾ കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനം ഇപ്പോൾ നോക്കൂ, യുർസിൽസമ അലൈക്കും മിദ്രാറ നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ ജനങ്ങളോട് നല്ലവരായി ജീവിച്ചാൽ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തരും. വയന്തുക്കും അമ്പാലി ബനീന വയജാലക്കും ജന്നാത്തി വയജാലക്കും മൻഹാറ. നിങ്ങൾ നന്നായി ജീവിക്കുക, നിങ്ങൾക്ക് അള്ളാഹു ഭയം വർഷിപ്പിച്ചു, നിങ്ങൾ മക്കൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾക്ക് ആറുകൾ ഒഴിപ്പിച്ചു തരും, നിങ്ങൾ സസ്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ കാര്യങ്ങളൊക്കെ നല്ലതായ ആളുകൾക്ക് ഉണ്ടാകും. അതല്ല, ആളുകൾ മോശക്കാരാണെങ്കിൽ എന്താ ഉണ്ടാവുക? ശരിക്ക് നന്നായി വർഷിക്കേണ്ട മഴ, ആളുകൾ ചെടിക്ക് ഉപകാരമായി വർഷിക്കേണ്ട മഴ, ജീവകാരുണ്യത്തിന് വേണ്ടി മഴ വെള്ളപ്പൊക്കമായി മാറും, അല്ലേ? നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള മനോഹരമായ മന്ദമാരുതൻ എന്തായി മാറും? വലിയ കൊടുങ്കാറ്റായി മാറും, അല്ലേ? അതുപോലെ തന്നെ കടലിലെ തിരമാലകൾ എന്ത് താളം തുള്ളലാണ്, എത്ര മനോഹാരിതയാണ് അതിനുള്ളത്, അത് സുനാമിയായാണ് മാറും. അപ്പം നമ്മളെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അനേകം മാർഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പൊതുവിപത്തുകൾ വന്നാൽ നമ്മളും അതിൽ പെട്ടുപോകും. അപ്പോൾ വഖിനി ശർമ്മ കഥയത്ത് എന്ന് പറയുന്ന ഉദ്ദേശം വ്യക്തിപരമായിട്ടോ സാമൂഹ്യമായിട്ടോ ഉള്ള സർവ്വ ആപത്തിൽ നിന്ന് രക്ഷ കിട്ടണം. സാമൂഹ്യമായുള്ള ആപത്തിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? കത്തി സ്വന്തം കൈ കൊണ്ട് വേറെ ആൾക്ക് കുത്തുമ്പോൾ അത് നാശമായി വരുന്നത് പോലെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നാശത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശരിക്ക് പ്രബോധന പ്രവർത്തനം നടത്തി സൽപ്പാന്താരേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അങ്ങനെ ആളുകളെ നന്നാക്കുക, സംസ്കരിക്കുക. അങ്ങനെ ഒരു പൊതു ആപത്തിൽ നിന്നും ആ സമൂഹത്തെയും നമ്മുടെ സ്വന്തത്തെയും നമ്മൾ രക്ഷപ്പെടുത്തുക. ഇതൊക്കെ ഈ വഖിനി ശർമ്മ കഥയത്ത് എന്ന് പറയുന്നത് വിശദീകരണത്തിൽ വരികയാണ്. പോരാ, നമുക്ക് യഥാർത്ഥത്തിൽ രക്ഷ കിട്ടേണ്ടത് പരലോകത്താണ്. ഇതൊക്കെ ദുനിയാവിലെ കാര്യമാണ്. ഈ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി ഈ പ്രാർത്ഥന നീണ്ടുപോകുന്നുണ്ട്. മലക്കുകൾ സത്യവതാന്മാരായ ആളുകളോട് നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ എന്ന് പറയുന്നുണ്ട്. ഈ ദുനിയാവിലും പരലോകത്തും നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഔലിയാന്ന് പറഞ്ഞാൽ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ നിങ്ങളെ വക്കീലുമാർ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ ഞങ്ങളുണ്ട് എന്ന് മലക്കുകൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മലക്കുകൾ പറയാൻ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ആരെക്കുറിച്ചാണ്? ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമൂ. അങ്ങനെ ആയത്തങ്ങനെ പോകുന്നു. അള്ളാഹുവിൻ്റെ വേണ്ടി പണിയെടുക്കുകയും അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല വചനം അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നല്ലാഹ റബ്ബുന അല്ലാഹ്, എൻ്റെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകൾക്കാണ്. ഈ ആളുകളുടെ ദുനിയാവിലെ ജീവിതത്തിൽ മുഴുവൻ കാവല കഴിഞ്ഞു. ഒരു കുട്ടി ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്ന ആ കുട്ടിക്ക് മുതൽ ഒരു മലക്കിൻ്റെ കാവലുണ്ട്. ആ കുട്ടി വലുതായി ആ കുട്ടിയുടെ സൽക്കർമ്മങ്ങൾ എല്ലാ ചലനങ്ങളും, ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എത്രയോ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവസാനം നമ്മൾ മരിക്കുകയാണ്.
മരിക്കുമ്പോൾ എന്താ നമ്മൾ ആ മലക്ക് പറയാം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതാണ് പറയുന്നത്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച മനുഷ്യ, സഹോദര, അടിമയെ, എൻ്റെ പ്രിയപ്പെട്ട അടിമയെ, നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ അടിമ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്ത ഒരു അടിമയ്ക്ക് കിട്ടുന്ന അവസാനത്തെ നിമിഷമാണിത്. അങ്ങനെ അവർ മരിച്ചു പോകുന്നു, സംതൃപ്തിയോടുകൂടി മരിച്ചു പോകുന്നു. ഇങ്ങോട്ട് വരൂ, സ്വർഗത്തിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. അങ്ങനെ മരിച്ചുപോയി അവസാനവും മരണത്തിൻ്റെ ഒരു വേദനയുണ്ട്, അതൊരു ഷർറാണ്. അതിൽ നമുക്ക് വിമുക്തി ലഭിക്കുന്നു. അവസാനവും നമ്മൾ കബറിലേക്ക് പോകുന്നു, കബറിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതിൽ നമുക്ക് വിമുക്തി ലഭിക്കുന്നു. നമ്മൾ മഹ്ശറിലേക്ക് പോകുന്നു, അവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതിൽ നമുക്ക് വിമുക്തി ലഭിക്കുന്നു. അവിടെ മഹ്ശറിൽ ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളുണ്ട്, അതിൽ ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് സന്തോഷം മാത്രം കിട്ടുന്നു. അവസാനം നമ്മൾ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളായ ആരാമങ്ങളിൽ നമ്മൾ എത്തിപ്പെടുന്നു. പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലികളുടെ കൂടെ ചാരമഞ്ചത്തിൽ കുടുംബസമേതം ചായിരുന്ന് സുഖിക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറുന്നു. ഈ സഞ്ചാരപഥത്തിലേക്ക് ജനിച്ചു വീണത് മുതൽ ആ അവസ്ഥ വരുന്നത് വരെയുള്ള സർവ്വ നിന്നും എനിക്ക് നീ കാവൽ നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു വൈപുല്യം എന്താണ്? ആ പ്രാർത്ഥന അതേ ലക്ഷ്യം വെച്ചുകൊണ്ട് വഖിനി ശർമ്മ കഥയെത്തി എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മൾ ജനിച്ചു മുതൽ ജീവിതകാലം മുഴുവൻ അത് കഴിഞ്ഞ് പരലോകത്തെത്തി സ്വർഗത്തിലെത്തി പ്രവാചകന്മാരുടെ കൂടെ ചാരുമഞ്ചത്തിലെത്തുന്നത് വരെ എനിക്ക് തിന്മ തരരുതേ എന്ന ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഇതിൻ്റെ വൈപുല്യം. ഖുനൂത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഖുനൂത്ത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥിക്കുന്നത് മനസ്സറിഞ്ഞ് ആ പ്രാർത്ഥനയുടെ പ്രതിപാദനത്തിലൂടെ നമ്മളെ റൂഹിയായിട്ട് നമ്മുടെ ആത്മാവ് അതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ആ പ്രാർത്ഥന ഹൃദ്യമായി തോന്നും. ആ പ്രാർത്ഥനയുടെ ഫലം കിട്ടും. അതിൻ്റെ ഹൃദയ സാന്നിധ്യത്തിൻ്റെ മൂല്യമനുസരിച്ച് അള്ളാഹുവിൻ്റെ നമുക്ക് പ്രതിഫലം കിട്ടും. അങ്ങനെ വളരെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് ഖുനൂത്ത് പോലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനും അങ്ങനെ അതിൻ്റെ പ്രതിഫലം വാങ്ങുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് കേൾക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഖുനൂത്തിൻ്റെ മറ്റു ഭാഗം നമുക്ക് പിന്നൊരിക്കൽ കേൾക്കാം. അള്ളാഹുമ്മ ഇഹത്തിലും മരത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.